നീറ്റ് ചോദ്യപേപ്പർ വിവാദം അത് വളരെയധികം ആളിക്കത്തുകയൊക്കെ ചെയ്തു. പിന്നീട് ഈ വിവാദത്തിൽ എന്താണ് സംഭവിച്ചത്? വേണ്ടപ്പെട്ടവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഈ അറസ്റ്റ് ചെയ്തവർക്ക് കൃത്യമായിട്ടുള്ള ശിക്ഷാ നടപടികൾ കിട്ടുമോ? അതോ ഇനിയുള്ള ചോദ്യപേപ്പറുകൾ ചോരാതിരിക്കാൻ എന്ത് നടപടിയാണ് ഭരണകൂടം കൈക്കൊള്ളുന്നത്? ഇതെല്ലാം നമ്മൾ ആശങ്കയോടെ കാത്തിരിക്കുകയാണ്. ഏതാണ്ട് 22 ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികളുടെ ജീവിതമാണ് ചില മനുഷ്യർ ചേർന്നുകൊണ്ട് പൊതുവഴിയിലേക്ക് വലിച്ചെറിഞ്ഞത്. എന്തിനാണ് ആ സ്ഥാനത്ത് ആ മന്ത്രിയെ, ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന മന്ത്രിയെ അവിടെ ഇരുത്തുന്നത് വീണ്ടും എന്നുള്ളത് പോലും ചോദ്യചിഹ്നമായിട്ട് ഉയർന്നു വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഭരണകൂടത്തോട്, അത് സംസ്ഥാനത്തെ ആയിക്കോട്ടെ കേന്ദ്രത്തിലെ ആയിക്കോട്ടെ, ഭരണകൂടത്തോട് യോജിപ്പും വിയോജിപ്പും ഉണ്ടാകാം. പ്രത്യയശാസ്ത്രപരമായിട്ടായിരിക്കും, അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾ മൂലമായിരിക്കാം ഈ യോജിപ്പും വിയോജിപ്പും ഒക്കെ വരുന്നത്. യോജിപ്പോടുകൂടി തന്നെ നമുക്ക് ചില വിയോജിപ്പുകൾ തുറന്ന് പറയേണ്ടിയും വരും. കാരണം ഒരു തെറ്റ് കണ്ടാൽ ഇത് തെറ്റാണല്ലോ എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം ഒരു പൗരൻ എന്നുള്ള നിലയിൽ നമുക്കുണ്ട്. അത് വിമർശനാത്മകമാണെങ്കിൽ അതിനെ ഉൾക്കൊള്ളുകയാണ് വേണ്ടത്. ഇപ്പോ ചോദ്യപേപ്പർ വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നടപടി കേന്ദ്രം എടുത്തിട്ടുണ്ട്. എന്താണത്? നീറ്റ് പുനഃപരീക്ഷ നടത്താൻ പോകുകയാണ്. നീറ്റ് പുനഃപരീക്ഷയുടെ ചോദ്യപേപ്പറുകൾ എങ്ങനെയാണ് വിതരണം ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ആ ചോദ്യപേപ്പറുകൾ വിതരണം ചെയ്യാനായിട്ട് വ്യോമസേനയെയാണ് നിയോഗിച്ചിരിക്കുന്നത്. എന്തിനാണ് വ്യോമസേനയെ നിയോഗിച്ചത് എന്നുള്ളതല്ലേ നിങ്ങൾ ആദ്യം ചിന്തിക്കുന്നുണ്ടാവുക. അതിന് കാരണമുണ്ട്. ഈ വ്യോമസേനയെ ഇങ്ങനെ നിയോഗിക്കുന്നത് ശരിയാണോ എന്നുള്ളത് രണ്ടാമത്തെ ചോദ്യമായിട്ട് ഉയർന്നു വരികയും ചെയ്യും. ലോജിസ്റ്റിക്സ് ടീമിലും പേപ്പർ പ്രിന്റ് ചെയ്യുന്ന കേന്ദ്രങ്ങളിലും പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുന്ന കൊറിയർ സർവീസുകളിലുമൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചാരന്മാർ ഉണ്ട് എന്നുള്ള ഒരു നറേഷൻ അല്ലെങ്കിൽ ഒരു വിശദീകരണമാണ് ഇത്തരത്തിലൊരു കാര്യത്തിലേക്ക് കേന്ദ്രത്തെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. നമുക്ക് ഇത് വളരെ കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് ഒരു തരത്തിലും ചോരാത്ത രീതിയിൽ, വളരെ കർശനമായ രീതിയിൽ കൃത്യമായി നടത്തപ്പെടേണ്ട ഒരു പരീക്ഷ തന്നെയാണ്. ആ പരീക്ഷയെ നമ്മൾ നോക്കിക്കാണുന്നത് അത്രത്തോളം കാര്യമായിട്ടാണ്. ഒരുപാട് കുട്ടികളാണ്, നമ്മൾ പറഞ്ഞല്ലോ, ഒരു 10-22 ലക്ഷത്തോളം കുട്ടികളാണ് ഊണും ഉറക്കവും ഒക്കെ ഉപേക്ഷിച്ച് അഹോരാത്രം ഇതിനു വേണ്ടി പരിശ്രമിച്ചിട്ടുള്ളത്. അതിൽ ചിലർ ചോദ്യപേപ്പറുകൾ ഈസിയായി കിട്ടുന്നു. ഈ ഗോസ്റ്റ് ചോദ്യപേപ്പറുകൾ കൊണ്ട് വിജയം കൈവരിക്കുന്നു. അങ്ങനെ എത്ര പേർ ഈ കണ്ട നാളുകളിലെല്ലാം വിജയം കൈവരിച്ചിട്ടുണ്ടാകാം എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. ഉറക്കമിളച്ചിരുന്ന് കൃത്യമായി പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികളെ മറികടന്ന് ഇവർ മുന്നോട്ട് പോയിട്ടുണ്ടോ എന്നുള്ളതുമുണ്ട്. മാത്രമല്ല, ഇതിനു പിന്നിൽ നടക്കുന്ന വലിയ രീതിയിലുള്ള ഫണ്ട്. ഒരു ചോദ്യപേപ്പർ 10 ലക്ഷം രൂപയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ അയാൾ അത് പ്രിന്റ് എടുത്തിട്ട് 15 ലക്ഷം രൂപയ്ക്ക് മറ്റു പലർക്കും വിൽക്കുന്നു. ഇതിനെല്ലാം ഇതിന്റെ താഴെത്തട്ട് മുതൽ അങ്ങ് ഉന്നത തലം വരെയുള്ള ആളുകൾക്കിടയിലുള്ള സ്വാധീനം തന്നെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്. അപ്പോൾ ചോദ്യപേപ്പർ ചോരുന്നത് പ്രിന്റിംഗ് കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ പറയുന്നത് പോലെ ലോജിസ്റ്റിക് ടീമുകളിലോ മാത്രമാണോ? അങ്ങനെ മാത്രമാണ് ഇത് ചോരുന്നത്? അല്ലെങ്കിൽ വ്യോമസേനയെ ഇത് വിതരണം ചെയ്യാൻ ഏൽപ്പിക്കുന്നത് കൊണ്ട് ഈ ഒരു പ്രശ്നം അവിടെ തീരുമോ എന്നുള്ള ചോദ്യം ഉയർന്നു വരുന്നില്ലേ? സാധാരണഗതിയിൽ പരീക്ഷാ നടത്തിപ്പിന്റെ ഒരു ഘട്ടം എങ്ങനെയാണ്? ചോദ്യപേപ്പറുകൾ പ്രിന്റ് ചെയ്ത് സീൽ ചെയ്ത് കെട്ടുകളാക്കി വെക്കും. നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പറുകൾ പ്രിന്റ് ചെയ്ത് കെട്ടുകളാക്കി സീൽ ചെയ്ത് വെക്കും. ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള രീതിയിൽ ലോജിസ്റ്റിക്സ് ടീമോ അംഗീകൃതമായിട്ടുള്ള കൊറിയർ ടീമോ ഒക്കെ പ്രാദേശിക ഹബ്ബുകളിലേക്ക് ഇത് ഓരോന്നായിട്ട് എത്തിക്കുകയാണ്. അവിടെ നിന്ന് ജില്ലാതല നോഡൽ ഓഫീസർമാർക്കോ പരീക്ഷാ കോർഡിനേറ്റർമാർക്കോ കൈമാറുന്നു. പരീക്ഷാ ദിവസത്തിന് തൊട്ട് മുമ്പ് സീൽ ചെയ്ത പാക്കറ്റുകൾ പാക്കറ്റ് സെന്റർ സൂപ്രണ്ടിന് നൽകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിശ്ചിതമായിട്ടുള്ള സമയം, കൃത്യമായിട്ടുള്ള സമയമാണ് ഇതിനെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഔദ്യോഗികമായ സാക്ഷികളുടെയോ ഇൻവിജിലേറ്റർമാരുടെയോ ഒക്കെ സാന്നിധ്യത്തിൽ മാത്രമാണ് പാക്കറ്റുകൾ തുറന്ന് വിദ്യാർത്ഥികൾക്ക് നൽകുന്നത് പോലും. അപ്പോൾ ഇന്ത്യയിലെ ചിലർ പണത്തിനായിട്ട് സ്വന്തം അവരെന്ത് വേണമെങ്കിലും വിൽക്കാൻ മടിക്കാത്ത ആളുകളുണ്ട്. അപ്പോൾ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി
പണയപ്പെടുത്തിയാലും അവർക്ക് യാതൊരു തരത്തിലുമുള്ള പ്രശ്നങ്ങളും ഉണ്ടാകില്ല, അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്താലും തങ്ങൾക്ക് വേറെ വിഷയങ്ങളൊന്നും ഉണ്ടാകില്ല എന്നുള്ള അമിത ആത്മവിശ്വാസം ഉണ്ടാകാം. അതുകൊണ്ടാണ് ഇത്രയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നീറ്റ് റീ എക്സാം സുരക്ഷിതമായിട്ട് നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ പ്രതിരോധ സേനയെ ആശ്രയിക്കേണ്ടി വരുന്നത്. ഭാവിയിൽ ഇത്തരം ചോർച്ചകൾ പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുമെന്നും പറയപ്പെടുന്നുണ്ട്. ഇത് ഇതിന്റെ ഒരു ഭാഗം മാത്രമാണ്. എന്നാൽ നീറ്റ് ചോദ്യ പേപ്പറുകൾ എത്തിക്കാനായിട്ട് വ്യോമസേനയെ, അതായത് നമ്മുടെ പ്രതിരോധ സംവിധാനത്തെ ഉപയോഗപ്പെടുത്തുന്നതിനെ നമുക്ക് പൂർണ്ണമായിട്ടും ശരിവെക്കാൻ കഴിയുമോ? അത് ശരിയല്ല എന്ന് പറയുന്നതിനും ചില കാരണങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അറിയാം, ഓപ്പറേഷൻ സിന്ദൂർ അത് എത്ര വിജയകരമായിട്ടാണ് നമ്മുടെ വ്യോമസേന നടത്തിയതെന്നും അതിൽ വിജയം കൈവരിച്ചതെന്നും ഒക്കെ നമ്മൾ കണ്ടതാണ്. മനം നിറഞ്ഞതാണ് അവർക്ക് കൊടുത്ത തിരിച്ചടിയിൽ എന്നതൊക്കെ ഉണ്ട്. പക്ഷേ വ്യോമസേനയെ ഇത്തരം കാര്യങ്ങൾ, ഈ ചോദ്യ പേപ്പറിന്റെ വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ പ്രതിരോധ ഒരു സേനയെ ഏൽപ്പിക്കുന്നുണ്ടെങ്കിൽ അതില് ചില പ്രത്യാഘാതങ്ങൾ ദൂരവ്യാപകമായിട്ട് ഉണ്ടാകാനും സാധ്യതകളില്ലേ? എന്തുകൊണ്ടാണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ചോദ്യ പേപ്പറുകൾ കൊണ്ടുപോകുമ്പോൾ മാത്രമല്ല ഇത് ചോരുന്നത് എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അത് തയ്യാറാക്കുന്ന ഘട്ടത്തിലോ പ്രിന്റിംഗ് പ്രസ്സുകളിലോ ഒക്കെ വെച്ചിട്ട് ഇത് ചോരാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെയെങ്കിൽ വ്യോമസേനയെ ഇതിനെല്ലാത്തിനുമായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കുമോ? അല്ലെങ്കിൽ വ്യോമസേനയെ ഉപയോഗിക്കുന്നത് കൊണ്ട് ഇതെല്ലാം തടയാനായിട്ട് പൂർണ്ണമായും കഴിയുമോ എന്നുള്ള ചോദ്യമുണ്ട്. അതായത് യഥാർത്ഥ ചോർച്ചാ കേന്ദ്രങ്ങൾ മുഴുവനും സീൽ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുമോ? മറ്റൊന്ന് എന്ന് പറയുന്നത്, നമ്മുടെ സിവിൽ സംവിധാനങ്ങളൊക്കെ പിന്നെ എന്തിനാ നമ്മൾ ചോദിക്കില്ലേ, കണ്ണ് കെട്ടി വെച്ചിരിക്കണം, കണ്ണിൽ മത്ത കുത്തിയിരിക്കുകയാണോ എന്ന് ചോദിക്കുന്നത് പോലെ സിവിൽ സംവിധാനങ്ങളെല്ലാം എന്തിനാണ്? പ്രതിരോധ സേനയ്ക്ക് അവരുടേതായ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് ചെയ്യാനുണ്ട്. അവരെ കൂടി വീണ്ടും ഈ സിവിൽ സംവിധാനങ്ങൾ കൃത്യമായി നടപ്പിലാക്കേണ്ട നടപടികൾക്ക് വേണ്ടിയിട്ട് അവരെ കൊണ്ടുവരുന്നത് എന്ന് പറയുന്നത് നമുക്ക് യോജിക്കാൻ കഴിയുന്ന ഒന്നാണോ എന്നുള്ളതാണ്. അതൊരു സിവിൽ സംവിധാനങ്ങൾ നമ്മുടെ രാജ്യത്ത് പൂർണ്ണമായും പരാജയപ്പെടുന്നു എന്നുള്ള നറേറ്റീവ് വരാനുള്ള സാധ്യതകളുണ്ട്. ഒരു സാധാരണ പ്രവേശന പരീക്ഷ നടത്താൻ പോലും കുറ്റമറ്റ രീതിയിൽ നടത്താനായിട്ട് നമ്മുടെ രാജ്യത്തെ പോലീസ്, തപാൽ ഭരണ സംവിധാനങ്ങൾക്കൊന്നും ഒരു തരത്തിലുമുള്ള കഴിവില്ല. അവർ തീർത്തും പരാജയമാണ് എന്നുള്ളതാണ് ഈ തീരുമാനത്തിലൂടെ പുറം ലോകത്തിന് നമ്മൾ നൽകുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത്. സൈനിക വിഭവങ്ങൾ എന്ന് പറയുന്നത്, സൈനിക വിഭവങ്ങൾ അതായത് പ്രതിരോധ സേനയെ ഉപയോഗിക്കേണ്ട ഘട്ടങ്ങളുണ്ട്, പ്രതിരോധ സേന ഇടപെടേണ്ട ഘട്ടങ്ങളുണ്ട്, അവർക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതായത് രാജ്യത്തിന്റെ അതിർത്തിയും സുരക്ഷയും കാക്കേണ്ട വ്യോമസേനയെ പോലുള്ള പ്രതിരോധ സേനകളെയൊക്കെ ഇത്തരത്തിലുള്ള സിവിൽ പരീക്ഷാ നടത്തിപ്പുകൾക്കായിട്ട് ഉപയോഗപ്പെടുത്തുന്നത് അവരുടെ സമയവും അവരുടെ എനർജിയും അവരുടെ വിഭവങ്ങളും ഒക്കെ നഷ്ടപ്പെടുത്താനല്ലേ സാധിക്കുക. അതായത് NATA വീഴ്ച എന്ന് പറയുന്നത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കഴിഞ്ഞ വർഷങ്ങളിലുമൊക്കെ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ചോദ്യ പേപ്പറുകൾ ചോർന്നിട്ടുണ്ട്. എന്നിട്ടും NATA എന്ന ഏജൻസിയെ മാത്രം ഏൽപ്പിച്ച് വെറുതെ കയ്യും കെട്ടി നമ്മൾ നോക്കി നിൽക്കേണ്ട ആവശ്യമുണ്ടോ? അതായത് ഒരു സംവിധാനത്തെ ഏൽപ്പിക്കുന്നു, അവിടെ ഇതിനു മുമ്പ് ചോർച്ച നടന്നിട്ടുണ്ട്, അവിടെ കെടുകാര്യസ്ഥത ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് വീണ്ടും വീണ്ടും അവരെ തന്നെ ഏൽപ്പിക്കുന്നത്? ഇവിടെ അത് ഏൽപ്പിക്കാൻ മറ്റ് സംവിധാനങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ അതിന് പകരമായിട്ട് കൃത്യമായി കാര്യക്ഷമമായി ഇത് നടപ്പിലാക്കാനുള്ള സംവിധാനങ്ങളെ നമുക്ക് നിർമ്മിച്ചെടുക്കാൻ സാധിക്കാത്തത് കൊണ്ടാണോ? അതെല്ലാം ചോദ്യമായിട്ട് ഉയർന്നു വരും. ഇത് പ്രതിപക്ഷം കൃത്യമായ രീതിയിൽ ചോദ്യം ചെയ്യാൻ പോകുന്ന ഒരു പക്ഷെ കാര്യം കൂടി ആയിരിക്കാം. പിന്നെ എപ്പോഴെങ്കിലും ഇത് പ്രതിപക്ഷം വലിയൊരു ആരോപണമായിട്ട് ഉയർത്താനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ കോടിക്കണക്കിന് കുട്ടികളുടെ ഭാവിയെ ബാധിക്കുന്ന ഒരു കാര്യത്തിൽ ഇത്രയും നിസ്സംഗമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകണോ എന്നുള്ളതാണ്. മറ്റൊന്ന്, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ഒരു വേർഷനാണ്, സിസ്റ്റത്തിലെ അപാകതയാണ്. UPSC പരീക്ഷകൾ വളരെ കുറ്റമറ്റ രീതിയിൽ നടത്തുന്ന ഈ രാജ്യത്ത്, നമ്മുടെ രാജ്യത്ത് നീറ്റ് പേപ്പർ ചോരുന്നത് ഒട്ടും അംഗീകരിക്കാൻ നമുക്ക് സാധിക്കില്ല. അതെങ്ങനെയാണ് സാധിക്കുക എന്നുള്ളത് വലിയ ചോദ്യമാണ്. അപ്പോൾ ഇത്തരം ആളുകൾ, ഇത് ചെയ്യുന്ന കുറ്റക്കാർക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കാനായിട്ട് നമ്മുടെ നീതിന്യായ സംവിധാനങ്ങൾക്കൊക്കെ സാധിക്കുക കൂടി വേണം എന്നുള്ളതാണ്. നമുക്കറിയാമല്ലോ, പാകിസ്ഥാനിലൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ പറയും അവിടുത്തെ സിവിൽ സംവിധാനങ്ങളൊന്നും
കൃത്യമായി പ്രവർത്തിക്കുന്നില്ല, അവിടെ സൈനിക ഭരണമാണ് നടക്കുന്നത് എന്നൊക്കെ പലപ്പോഴും നമ്മൾ ഇവിടെ ഇരുന്ന് വിളിച്ചു പറയാറുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, നമ്മുടെ രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട പരീക്ഷ, ഏറ്റവും കടുപ്പമേറിയ പരീക്ഷ, 22 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ഒരു പരീക്ഷ, അഹോരാത്രം പഠിച്ച വിദ്യാർത്ഥികൾ വന്നിരുന്ന് എഴുതുന്ന പരീക്ഷ, ഈ പരീക്ഷ കുറ്റമറ്റ രീതിയിൽ നടത്താനായിട്ട് നമ്മുടെ പ്രതിരോധ സേനയെ കേന്ദ്രം എന്തിനാണ് ഏൽപ്പിക്കുന്നത്? നമുക്ക് ബദൽ സംവിധാനങ്ങളിലേക്ക് പോകേണ്ടതില്ലേ എന്നുള്ള ഒരു വലിയ ചോദ്യം നിലനിൽക്കുന്നുണ്ട്. ഒരു പക്ഷേ ഇത്തവണത്തെ പുനഃപരീക്ഷ നടത്താനായിരിക്കാം നമ്മുടെ വ്യോമസേനയെ കേന്ദ്രം നിയോഗിച്ചിരിക്കുന്നത്. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു നടപടികളിലേക്കൊക്കെ പോയേക്കാം. പക്ഷേ അതൊന്നും മാത്രം പോരാ, ആ കസേരയിൽ ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന മന്ത്രി ഇരിക്കുന്നത് പോലും ശരിയാണോ എന്നുള്ള ചോദ്യങ്ങളുമൊക്കെ ജനത്തിന്റെ മനസ്സിൽ ഉയർന്നു വന്നിട്ടുണ്ട്. എന്തായാലും ഈ ആശങ്കകളൊക്കെ മാറ്റേണ്ടത് കേന്ദ്ര സർക്കാരാണ്.